നമസ്കാരം, ലെറ്റ്സ് എക്സ്പ്ലോർ വിത്ത് ഗായത്രിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒരു ചെറിയ കഥയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എന്തുകൊണ്ടാണ് ഹോളി നമ്മൾ ആഘോഷിക്കുന്നത്, ഹോളി ആഘോഷിക്കുന്നതിന് പിന്നിലുള്ള ഐതിഹ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ കഥ കേട്ടോ. തിന്മയുടെ മേലെ നന്മ എന്നും വിജയം നേടും എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ തന്നെയാണ് നമ്മൾ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് ഒരു അസുരനിൽ നിന്നാണ്, ഒരു അസുര രാജാവിൽ നിന്നാണ്. അപ്പോൾ ആ രാജാവിൻ്റെ പേരാണ് ഹിരണ്യകശിപു. അയാൾക്ക് ഒരു പെങ്ങളുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ പേരാണ് ഹോളിക എന്ന് പറയുന്നത്. ഈ ഹോളിക എന്ന പേരിൽ നിന്നാണ് ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഹോളി എന്ന് പറയുന്ന ഫെസ്റ്റിവലിൻ്റെ പേരും വന്നത്. അപ്പോൾ അദ്ദേഹത്തിന്, അതായത് ഹിരണ്യകശിപുവിനാണെങ്കിൽ പല ദേവന്മാരിൽ നിന്നും ഒരുപാട് വരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വരസിദ്ധി ഉള്ളത് കൊണ്ട് തന്നെ ത്രിലോകങ്ങളും കീഴ്പ്പെടുത്താം എന്നുള്ളൊരു വിശ്വാസം അയാൾക്കുണ്ട്. അങ്ങനെ അയാൾ എല്ലാവരും വെല്ലുവിളിച്ച് അവസാനം മഹാവിഷ്ണുവിനെ വരെ വെല്ലുവിളിക്കാൻ തുടങ്ങി. അങ്ങനെ എന്തായി, ആ നാട്ടിൽ, അതായത് അസുര രാജാവാണല്ലോ, അപ്പം ആ നാട്ടിൽ ഒരാളും വിഷ്ണു ഭക്തിയിൽ ഏർപ്പെടരുത് എന്നുള്ളൊരു നിയമം വരെ കൊണ്ടുവന്നു. പക്ഷേ ഇതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദനാവട്ടെ അങ്ങേയറ്റം ഏറിയൊരു വിഷ്ണു ഭക്തനാണ് കേട്ടോ. അതായത് ആ കുട്ടിയുടെ ചെറുപ്പം തൊട്ട് മഹാവിഷ്ണുവിനെ ആരാധിച്ചും അതേപോലെ തന്നെ ജീവവായു പോലെയായിരുന്നു മഹാവിഷ്ണു പ്രഹ്ലാദൻ. ഹിരണ്യകശിപുവിന്റെ നാട്ടിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ഭക്തിയിൽ ഏർപ്പെടുന്ന എല്ലാ വ്യക്തികളെയും അദ്ദേഹം പിടിക്കും, എന്നിട്ട് കൊല്ലും. ഇതായിരുന്നു, അതായത് വധശിക്ഷയായിരുന്നു അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ മകൻ ഇത്രയേറെ വിഷ്ണു ഭക്തനായതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ചെറുപ്രായത്തിൽ തന്നെ കൊല്ലാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കൊക്കയിൽ നിന്ന് തള്ളിവിട്ടിട്ടും അതേപോലെ കിണറ്റിൽ എറിഞ്ഞിട്ടും അതേപോലെ സർപ്പങ്ങളുടെ ഇടയിൽ ഇട്ടിട്ടും അതുപോലെ കിങ്കരന്മാരെയൊക്കെ വിട്ടിട്ടൊക്കെ ആ കുട്ടിയെ കൊല്ലാൻ ഒരുപാട് പ്രാവശ്യം ഹിരണ്യകശിപു ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഭക്തിയുടെ ഫലം കൊണ്ട്, അതായത് പ്രഹ്ലാദന്റെ ഭക്തിയുടെ ഒരു ഫലം കൊണ്ട് ഭയങ്കര അത്ഭുതമായ രീതിയിൽ ആ കുട്ടി ആ മരണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ അത്ഭുതകരമായ രീതിയിലൊക്കെ പ്രഹ്ലാദൻ രക്ഷപ്പെടുമ്പോഴാണ് ഹിരണ്യകശിപുവിന്റെ മനസ്സിലൊരു തോന്നൽ വരുന്നത്. അതായത് വെറും ഒരു സാധാരണ ഭക്തനായ ഇവനെ രക്ഷിക്കാൻ ഇത്ര ശക്തിയോടുകൂടി ഭഗവാൻ വരുന്നു എങ്കിൽ ഭഗവാൻ എത്ര ശക്തിശാലിയായിരിക്കും. അതുകൊണ്ട് ഉറപ്പായും ഭഗവാനെ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ ത്രിലോകങ്ങളിൽ എവിടെയും അംഗീകാരം കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ ഹിരണ്യകശിപുവിൻ്റെ മനസ്സിൽ വന്നു കേട്ടോ. അപ്പോഴാണ് ഹിരണ്യകശിപുവിന് ഒരു വിദ്യ തോന്നിയത്, അതായത് ഒരു ബുദ്ധി തോന്നിയത്. തൻ്റെ പെങ്ങളായ ഹോളികയ്ക്ക് അഗ്നിദേവനിൽ നിന്ന് ഒരു വരം കിട്ടിയിട്ടുണ്ട്. അതായത് തൻ്റെ ശരീരത്തിൽ, അതായത് ഹോളികയുടെ ശരീരത്തിൽ അഗ്നി വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും പൊള്ളലേൽക്കില്ല എന്നുള്ള, അതായത് അഗ്നിയുടെ ചൂട് ഹോളികയ്ക്ക് ഒരിക്കലും ഏൽക്കില്ല, അല്ലെങ്കിൽ അഗ്നിയുടെ ചൂടും അതേപോലെ തന്നെ പൊള്ളലും ഒന്നും ഹോളികയ്ക്ക് ഏൽക്കില്ല എന്നുള്ളൊരു വരസിദ്ധി അഗ്നിദേവനിൽ നിന്ന് ഹോളികയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടി, അതായത് തൻ്റെ സ്വന്തം മകനെ കൊല്ലാൻ വേണ്ടി ഹിരണ്യകശിപു തൻ്റെ പെങ്ങളായ ഹോളികയുടെ സഹായം തേടുകയാണ് ചെയ്യുന്നത്. അതായത് ഹിരണ്യകശിപുവിൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഹോളികയുടെ മടിയിൽ പ്രഹ്ലാദനെ ഇരുത്തി ഒരു ചിത കൂട്ടി തീ കത്തിച്ചു വിടുക. അപ്പോൾ ഹോളികയ്ക്ക് പൊള്ളലും അതുപോലെ തന്നെ ചൂടും ഒന്നും ഏൽക്കാതെ ഹോളിക രക്ഷപ്പെടുകയും ചെയ്യും. അതേസമയം പ്രഹ്ലാദൻ അഗ്നിക്കിരയായി മരിക്കുകയും ചെയ്യും. അങ്ങനെ ഹിരണ്യകശിപുവിൻ്റെ പ്ലാൻ പ്രകാരം ഒരു ചിത കൂട്ടി അതിൽ അദ്ദേഹത്തിൻ്റെ പെങ്ങളെ ഇരുത്തി പെങ്ങളുടെ മടിയിൽ പ്രഹ്ലാദനെയും ഇരുത്തി. എന്നിട്ട് തീ കൊളുത്തുകയാണ് ചെയ്യുന്നത്. അവിടെയും പ്രഹ്ലാദന്റെ ഭക്തിയാണ് മുന്നേറി നിന്നത്. അങ്ങനെ തീ കത്താൻ തുടങ്ങിയപ്പോൾ പ്രഹ്ലാദൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. അതേപോലെ ഹോളികയാവട്ടെ അഗ്നിക്ക് ഇരയാകുകയും ചെയ്തു. ഇവിടെ തിന്മയുടെ മേലെ നന്മ എന്നും വിജയം പ്രാപിക്കും എന്നുള്ളതാണ് ഈ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും കഥ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഹോളിക, അതായത് തൻ്റെ സഹോദരി, വരസിദ്ധിയുള്ള തൻ്റെ സഹോദരി അഗ്നിക്ക് ഇരയായ സമയത്ത് ഹിരണ്യകശിപുവിൻ്റെ പേടിയും അതേപോലെ തന്നെ ദേഷ്യവും ഒക്കെ ഒരുപാട് കൂടുകയാണ് കേട്ടോ. ഹിരണ്യകശിപുവിന് ഒരുപാട് വാശിയായി. അതായത് എങ്ങനെയും ഭഗവാൻ നാരായണനെ, അതായത് മഹാവിഷ്ണുവിനെ തോൽപ്പിക്കണം, അതായത് മഹാവിഷ്ണുവിനെ വധിക്കണം എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേറെ ഇങ്ങനെ കയറി കൂടാൻ തുടങ്ങി. ഇത്രയും ദേഷ്യത്തിലും ഭയത്തിലും ഒക്കെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം തൻ്റെ മകനായ പ്രഹ്ലാദൻ കൊട്ടാരത്തിൻ്റെ അന്തപുരത്തിലൂടെയൊക്കെ നാരായണ നാമം ജപിച്ച് നടക്കുന്നത് കണ്ടത്. അപ്പോൾ ഇത് കാണുന്ന ഹിരണ്യകശിപുവിന്റെ ദേഷ്യം കൊണ്ട് അദ്ദേഹം പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടി ഉടവാൾ ഉയർത്തുകയാണ്. അപ്പോൾ പ്രഹ്ലാദൻ ഒട്ടും പേടിയില്ലാതെ നിൽക്കുകയാണ് അങ്ങനെ. അപ്പോൾ അത് കണ്ടിട്ട് ഹിരണ്യകശിപു ചോദിച്ചു, നിനക്ക് പേടിയില്ലേ, നിനക്ക് മരണത്തെ ഭയമില്ലേ ചോദിച്ചു. അപ്പോഴാണ് പ്രഹ്ലാദൻ പറയുന്നത്, എന്നെ രക്ഷിക്കാൻ എൻ്റെ ഭഗവാൻ പല രീതിയിലും പല രൂപത്തിലും പല സ്ഥലത്തുനിന്നും വരും എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ഹിരണ്യകശിപു ആകെ ദേഷ്യപ്പെട്ടിട്ട്, ഈ തൂണിലുണ്ടോ നിന്റെ ഭഗവാൻ എന്ന് ചോദിച്ചു, അത്ര ദേഷ്യത്തോടുകൂടെ. അപ്പോഴാണ് പ്രഹ്ലാദൻ പറയുന്നത്, ഉറപ്പായും ഈ തൂണിലുമുണ്ട് എൻ്റെ ഭഗവാൻ. അപ്പോഴാണ് ഹിരണ്യകശിപു പറയുന്നത്, എന്നാൽ ഇപ്പോൾ ഞാൻ തന്നെ നിന്നെ വധിക്കാൻ പോവാണ്, ഈ തൂണ് പിളർന്ന് നിന്റെ ഭഗവാൻ നിന്നെ രക്ഷിക്കാൻ വരുന്നത് കാണട്ടെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ഉടവാള് പ്രഹ്ലാദന്റെ നേരെ നീട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ സടയൊക്കെ കുടഞ്ഞ്
തൂണ് പിളർന്ന് നരസിംഹാവതാരം എടുത്ത് നമ്മുടെ ഭഗവാൻ അങ്ങനെ പ്രഹ്ലാദന്റെ മുന്നിൽ എത്തുകയാണ്. ഹിരണ്യകശിപുവിനെ കൊല്ലാനുള്ള ഒരു ഒരു വാഞ്ചയോട് കൂടിയാണ് ഭഗവാൻ അവിടെ മുന്നിൽ നിൽക്കുന്നത്. ഹിരണ്യകശിപുവിനാവട്ടെ ഒരു വലിയ വരസിദ്ധിയുണ്ട്. അതായത് ഭൂമിയിലും ആകാശത്തും വെച്ച് അദ്ദേഹത്തെ കൊല്ലാൻ പാടില്ല, അതുപോലെ അകത്തും പുറത്തും വെച്ച് കൊല്ലാൻ പാടില്ല, ദേവനോ യക്ഷനോ കിങ്കരന്മാരോ ഒന്നും കൊല്ലാൻ പാടില്ല, അസുരനോ ഒന്നും കൊല്ലാൻ പാടില്ല, അതേപോലെ തന്നെ ഒരു ആയുധങ്ങളും ഉപയോഗിച്ചാവരുത് അദ്ദേഹത്തെ കൊല്ലുന്നത്. ഇത്രയേറെ വരസിദ്ധി നേടിയ ആ ഒരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടി സാക്ഷാൽ മഹാവിഷ്ണു തൻ്റെ നരസിംഹാവതാരം എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് തൻ്റെ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലും ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും അവതരിക്കും എന്നുള്ളതാണ് ഭഗവാൻ ഈ ഒരു അവതാരത്തിൽ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോഴതാ ഹിരണ്യകശിപുവിന് കിട്ടിയ വരത്തിൽ പറയുന്നത് പോലെ തന്നെയാണ് നരസിംഹാവതാരം എടുത്ത് ഭഗവാൻ ഹിരണ്യകശിപുവിനെ കൊന്ന് കുടൽമാല പുറത്തിടുന്നത്. എങ്ങനെയാണ്? നരനല്ല മൃഗമല്ല നരസിംഹരൂപം, രാവല്ല പകലല്ല നിറസന്ധ്യ നേരം, അകമല്ല പുറമല്ല ഉമ്മറപ്പടിയിൽ, വിണ്ണല്ല മണ്ണല്ല തിരുമടിത്തട്ടിൽ, ദൈത്യന്റെ പ്രാണനില്ലാ നഗരജാലം, കുടൽമാലരുധിരവും മണിയുന്ന രൂപം, ബ്രഹ്മാണ്ഡ സത്വങ്ങൾ കാക്കുന്ന ദേവൻ, ഭക്തന്റെ രക്ഷയ്ക്കു നിമിഷാർദ്ര നേരം, ആദിവ്യ ദർശനം പ്രഹ്ലാദ പുണ്യം, ആദിവ്യ ദർശനം പ്രഹ്ലാദ പുണ്യം. അപ്പൊ ഇങ്ങനെയാണ് ഭഗവാൻ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഉഗ്രരൂപം കൊണ്ട് വന്നത്. അതേപോലെ തന്നെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും അല്ലേ? ഒരിക്കലും കൈവിടില്ല. നിങ്ങൾ ഭക്തിയോട് പ്രാർത്ഥിച്ചോളൂ, ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ മതി, ഒരിക്കലും നമ്മളെ കൈവിടില്ല. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പല രൂപത്തിലും പല ഭാവത്തിലും പല വേഷത്തിലും പല സ്ഥലങ്ങളിലും എത്തിച്ചേരും. ഈ തൂണ് പിളർന്നാണ് തൻ്റെ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ എത്തിയത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരുപാട് പ്രതിസന്ധികളിലും നമ്മളെ രക്ഷിക്കാൻ പല ഭാവത്തിലും പല സ്ഥലത്തു നിന്നും എത്തുന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഓൺലി തിങ് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭക്തി. അത് അർപ്പിച്ച് അങ്ങോട്ട് ഭജിച്ചോളുക, കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഓൾ.